നമസ്കാരം. ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ്. ശിവപാർവതി ജ്യോതിഷത്തിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ പറയുന്നത് മീനമാസത്തിൽ ഏറ്റവും അധികം ഭാഗ്യ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഭാഗ്യയോഗങ്ങൾ അനുഭവിക്കാൻ ഇടയുള്ള രാശിക്കാരുടെ കാര്യമാണ് പറയുന്നത്. ആദ്യമായിട്ട് ഇടവമാണ്. ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകരത്തിൻ്റെ ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക മുക്കാല്, മകയിരം, കാർത്തിക മുക്കാല്, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി, ഇത്രയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ നിലവിൽ വ്യാഴം ധനസ്ഥാനത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അത് എല്ലാവിധമായ ധനം, വാക്ക്, വിദ്യ, പ്രവൃത്തി എന്നിവ അടങ്ങുന്ന സ്ഥാനത്ത് പ്രധാനമായും അവിടെയാണ് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ശുഭഫലം സിദ്ധിക്കുന്നതായിട്ട് കാണുന്നു. ഇനി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ടെങ്കിൽ അതിന് മടിയോ അലസതയോ ഒന്നുമില്ലാതെ അതിന് ഇറങ്ങിത്തിരിച്ച് അത് സഫലമാക്കിയെടുക്കാൻ സാധിക്കും എന്ന് വേഴം സൂചിപ്പിക്കുന്നു. അപ്പം എല്ലാത്തിനും നമ്മുടെ പരിശ്രമമാണല്ലോ ഭാഗ്യമായി മാറുന്നത്. അപ്പോൾ പരിശ്രമിക്കുക, എല്ലാവിധമായ ഭാഗ്യങ്ങൾ നമുക്ക് സിദ്ധിക്കുന്നതാണ്. വേഴത്തിൻ്റെ നിൽപ്പ് കൊണ്ട് തന്നെ ചില ദോഷങ്ങൾ ഈ രാശിക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്നാൽ തന്നെയും ഈ വേഴത്തിൻ്റെ നിൽപ്പ് കൊണ്ട് ഇതെല്ലാം അതിജീവിച്ച് നല്ല മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് മഹാവിഷ്ണു പ്രീതി. ഇനി മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ വ്യാഴാഴ്ച വിശേഷ പ്രാർത്ഥന നടത്തുന്നതും ഉചിതമാണ്. ഇനി പറയുന്നത് ചിങ്ങമാണ്. ചിങ്ങരാശിക്കാർക്ക് അതിൽ വരുന്ന നക്ഷത്രങ്ങളും മകം, പൂരം, ഉത്രം, ആദ്യത്തെ 15 നാഴികയാണ്. നിങ്ങൾക്ക് വ്യാഴം 11-ലാണ്. അഭിഷ്ടസ്ഥാനം എന്ന് പറയും. സർവേശ്വരകാരകനായിട്ടുള്ള വേഴം 11-ൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഭയപ്പാടൊന്നും വേണ്ട. എന്തെങ്കിലും ദോഷങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ധനപരമായ ക്ഷീണാവസ്ഥകളോ കടബാധ്യതകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഈ വേഴം സൂചിപ്പിക്കുന്നത്. വേഴത്തിൻ്റെ 11-ലുള്ള സഞ്ചാരം വളരെ ഏറെ ഗുണപ്രദമാണ്. മംഗളകരമായ കാര്യങ്ങൾ നടക്കും. ക്രയവിക്രയങ്ങൾ അത് നടക്കാനുള്ള സാധ്യത ഇതൊക്കെ തന്നെ വേഴത്തിൻ്റെ നിൽപ്പ് വച്ചിട്ട് കാണുന്നു. എന്നാൽ ആ രാശിയിൽ കേതുവിൻ്റെ സഞ്ചാരം കൂടി ഇപ്പോൾ നിലവിലുള്ളതുകൊണ്ട് നാഗരാജപ്രീതി ചെയ്യുക. അതല്ലെങ്കിൽ ചാമുണ്ഡി ക്ഷേത്രത്തിൽ ഇഷ്ടവഴിപാടുകൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ദോഷങ്ങൾ കേതുവിനെ കൊണ്ടുള്ള നമ്മൾ ഇറങ്ങുമ്പോൾ ആദ്യം ചില തടസ്സങ്ങൾ വരുന്നത് അത് മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ ആ ദോഷം മാറ്റുന്നതിനായിട്ട് ഇത്തരം പ്രാർത്ഥനകൾ, വഴിപാടുകൾ ഒക്കെ നമുക്ക് സഹായകമായി തീരും. അപ്പോൾ നാഗരാജ പ്രീതി ചെയ്യുക. പിന്നെ ചിങ്ങരാശിക്കാർക്ക് ഈ അഷ്ടമത്തിൽ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ശനിപ്രീതി കൂടി ചെയ്യണം. ശനി അഷ്ടമത്തിൽ നിന്നിട്ട് നിങ്ങളുടെ ധനസ്ഥാനത്തോട്ട് ദൃഷ്ടിയുണ്ട്. അപ്പോൾ ശനിപ്രീതി കൂടി ചെയ്യുന്നത് ഉചിതമായി കാണുന്നു ശനിയാഴ്ച. ഇനി പറയുന്നത് തുലാം രാശിയാണ്. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ അവസാന പകുതി, ജ്യോതി, വിശാഖം, മുക്കാല്. നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനം പിതൃസ്ഥാനം എന്ന് പറയും. അപ്പോൾ 9-ാം ഭാവത്തിൽ വേഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു ശുഭാവസ്ഥ തന്നെയാണ്. എല്ലാവിധമായ ഭാഗ്യവും ഉണ്ടാകും, ദൈവാനുഗ്രഹം ഉണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ എന്തെങ്കിലും നമുക്ക്
പ്രതീക്ഷക്കുറവോ ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ആ പ്രതീക്ഷയോടെ പ്രവർത്തിക്കുക, കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ്. അപ്പോൾ നിരന്തരമുള്ള പരിശ്രമത്തിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് വേഴം സൂചിപ്പിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ മനസ്സിന് ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ഈ മനസ്സിന് ഒരു ക്ഷീണാവസ്ഥയൊക്കെ വരുന്നുണ്ട്, അത് മാറുന്നതിനായിട്ട് നാഗരാജ പ്രീതി കൂടി ചെയ്താൽ ഉചിതമായി കാണുന്നു. ഇനി പറയുന്നത് ധനുവാണ്. ധനുരാശിക്കാർക്ക് വേഴം വളരെയേറെ നന്നായിട്ട് തന്നെ നിവർത്തിസ്ഥാനം, 7-ാം ഭാവം, ഇണയുടെ സ്ഥാനം, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അങ്ങനെയുള്ള സ്ഥാനം, പിന്നെ വിദേശം ഒക്കെ സൂചിപ്പിക്കുന്നതായ സ്ഥാനത്താണ് വേഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്രയവിക്രയങ്ങൾ, പിന്നെ വാഹന ഭാഗ്യം, ഗ്രഹനിർമ്മാണം, അങ്ങനെയുള്ള പിന്നെ മംഗളകരമായ, അതായത് ഈ വിവാഹാദി കാര്യങ്ങൾ, സന്താന ഭാഗ്യം, ഇതൊക്കെ തന്നെ ഈ ധനുരാശിക്കാർക്ക് നിലവിൽ ഉള്ളതായിട്ട് വേഴം സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ വേഴത്തെ നമുക്ക് ഒന്നുകൂടി പരിപോഷിപ്പിക്കുന്നത് നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ കാലതാമസമൊന്നും ഇല്ലാതെ നമ്മുടെ കൈകളിലേക്ക് ഭാഗ്യാനുഭവങ്ങൾ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ അത് വേഴത്തെ കൊണ്ടുള്ള ഫലങ്ങളാണ്. പിന്നെ ഈ രാശിയിൽ ശനിബന്ധമുണ്ട്. ആയതിനാൽ ശനിപ്രീതി കൂടി ചെയ്തു പോവുകയാണെങ്കിൽ കാലതാമസങ്ങളൊക്കെ ഒഴിവാക്കി നമുക്ക് ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം സഫലമാകും. അതിന് ശനിപ്രീതി കൂടി ചെയ്യുക. ഇനി പറയുന്നത് കുംഭരാശിയാണ്. ഈ ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം, ആദ്യത്തെ 15 നാഴികയാണ്. ഇനി പറയുന്നത് കുംഭരാശി. കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി, 1/4 ഭാഗം. നിങ്ങൾക്ക് സർവൈശ്വരകാരകനായിട്ടുള്ള വേഴം നമ്മുടെ മനസ്സിൻ്റെ സ്ഥാനം എന്ന് പറയും. മനസ്സ്, സന്താനം, ആഗ്രഹം, അങ്ങനെയുള്ള സ്ഥാനത്ത് വേഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഫലമാകും. ചില കാലതാമസം വന്നാൽ കൂടി അത് സഫലമാവും എന്ന് തന്നെയാണ് വേഴം സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിരന്തരം നമുക്ക് നേടിയെടുക്കാനുള്ള കാര്യത്തിനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. എന്നാൽ മാത്രമേ അത് സഫലമായി വരത്തുള്ളൂ. അത് പറയാനുള്ള കാരണം, നിങ്ങളുടെ രാശിയിൽ രാഹു ഇപ്പോൾ സഞ്ചരിക്കുന്നുണ്ട്. ഇറങ്ങുമ്പോൾ ചില നിരാശകളൊക്കെ വന്നേക്കാം. ആ നിരാശ പരിഹരിക്കുന്നതിനായിട്ട് നാഗരാജ പ്രീതി ചെയ്യുക. ആയില്യം മുടങ്ങാതെ, ആയില്യം തോറും നാഗർക്ക് ദ്രവ്യങ്ങൾ സമർപ്പിക്കുക. മഞ്ഞൾപ്പൊടി, പാലഭിഷേകമൊക്കെ ചെയ്ത് വിളിച്ചപേക്ഷിച്ചുള്ള പ്രാർത്ഥനയൊക്കെ നടത്തി കഴിഞ്ഞാൽ കുംഭരാശിക്കാരുടെ കാര്യങ്ങളൊക്കെ സഫലമായി വരും. പിന്നെ അതിൽ ഒന്നുകൂടി പറയാനുണ്ട്. നിങ്ങളുടെ ഈ കുംഭരാശിയുടെ ചന്ദ്രലഗ്നാധിപനായ ശനി 2-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചില കാര്യങ്ങൾ ചില തടസ്സങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. അത് വരുന്ന സമയങ്ങൾ അത് പരിഹരിക്കപ്പെടും. അപ്പോൾ അതിനായിട്ട് ശനിപ്രീതി കൂടി ചെയ്യണം. പിന്നെ മീനരാശിയിൽ നമുക്ക് വേഴം സുഖസ്ഥാനത്തുണ്ട്. എന്നാലും നമുക്കൊരു 50% നല്ല കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ശനി ബന്ധം ആ രാശിയിലുള്ളതിനാൽ ശനിപ്രീതി കൂടി ചെയ്ത് പോകണമെന്നാണ് കാണുന്നത്. പിന്നെ നാഗരാജ പ്രീതി അത്രയും ചെയ്യുമ്പോഴത്തേക്ക് ആ മീനരാശിക്കാർക്കും ഏറെക്കുറെ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാ എൻ്റെ മാന്യ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.